ചിലർ പറയും എല്ലാം കണക്കാ, ഏത് പാർട്ടി ഭരിച്ചാലും നമുക്കൊക്കെ കണക്കാണ്. നമ്മൾ അധ്വാനിക്കുന്നു, നമ്മൾ ജീവിക്കുന്നു, നമ്മൾ ബിസിനസ് ചെയ്യുന്നു, നമ്മൾ ജീവിക്കുന്നു. ഈ പാർട്ടിക്കാരെല്ലാവരും ഒരുപോലെയാണെന്നൊക്കെ ചിലർ പറഞ്ഞേക്കും. ഇവിടെ അങ്ങനത്തെ ആളുകളുണ്ടോയെന്ന് അറിയില്ല. ചില നാട്ടിലൊക്കെ അങ്ങനെ ഉണ്ട്. അവരെ കുറ്റം പറയണ്ട, നിഷ്കളങ്കമായിട്ട് പറയുകയാണ്. പക്ഷെ എല്ലാം കണക്കല്ല. ജനങ്ങൾക്ക് വേണ്ടി തീരുമാനം എടുക്കുന്നതും അത് നടപ്പാക്കുന്നതും വ്യത്യസ്തമായ സമീപനമാണ്. നമ്മുടെ ഭരണഘടനയിൽ ഈ രാജ്യം ഒരു ഡെമോക്രാറ്റിക്, സെക്യുലർ, സോവറിൻ, സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കായിക്കൊന്ന് എഴുതി വെച്ചിട്ടുണ്ട്. വോട്ട് ചെയ്യുന്ന എല്ലാ പൗരന്മാരും ഭരണഘടനയുടെ പ്രിയാമ്പിളെങ്കിലും നിർബന്ധമായിട്ടും വായിച്ചിരിക്കണം. മുഴുവൻ ഭരണഘടനയും വായിക്കാൻ ലേശം പ്രയാസം എല്ലാവർക്കും, വായിച്ചാൽ ഏറെ നന്ന്. പക്ഷെ അതിൻ്റെ ആമുഖമെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ എന്തിനാണ് വോട്ട് ചെയ്യുന്നത്? ഈ രാജ്യത്തെ ഒരു ഡെമോക്രാറ്റിക് കൺട്രി ആയിട്ട് നിലനിർത്താൻ. വാട്ട് ഈസ് മീൻ ബൈ ഡെമോക്രസി? ജനാധിപത്യം എന്ന് പറഞ്ഞാൽ പൗരന്മാരുടെ പൂർണ്ണമായ അവസര സമത്വമാണ്, ഈക്വൽ ഓപ്പർച്യൂണിറ്റി. എന്ന് വെച്ചാൽ കേരളത്തിലുള്ള മലയാളിയും അവിടെ ബീഹാറിലുള്ള ഹിന്ദിക്കാരനും ബീഹാറിയും എല്ലാം ഇന്ത്യൻ പൗരന്മാരാണ്. അവർക്കൊരേ അവകാശമാണ്, അവർക്കൊരേ അവസരം ഉണ്ടായിരിക്കണം. ജനിക്കാൻ അവസരം ഉണ്ടാകണം, ആഹാരം കഴിക്കാൻ അവസരം ഉണ്ടാകണം, ജോലി ചെയ്യാൻ അവസരം ഉണ്ടാകണം, കൂലി മേടിക്കാൻ അവസരം ഉണ്ടാകണം, സുഖമായിട്ട് താമസിക്കാൻ അവസരം ഉണ്ടാകണം, സമാധാനപൂർണമായി ജീവിക്കാൻ അവസരം ഉണ്ടാകണം. ഈ അവസരമില്ലെങ്കിൽ ഡെമോക്രസി അല്ല. വലിയ ലാൻഡ് ലോഡിൻ്റെ ഭൂമിയിൽ കുഞ്ഞു കുടിലുകൾ കെട്ടി അയാളുടെ കണ്ണുരുട്ടൽ കണ്ട് വായ്ക്കൈ പൊത്തി ഓച്ചാനിച്ച് അടിയൻ റാൻ വിടോണ്ട് എന്നൊക്കെ പറഞ്ഞ് പണ്ട് കേരളം നിന്നിരുന്നല്ലോ ജന്മിമാരുടെ മുന്നിൽ. സംസാരിക്കാൻ അവകാശമില്ല, ഒരു നല്ല പേരിടാൻ അവകാശമില്ല. പാടത്ത് പണിയെടുക്കുന്നവന് കുഞ്ഞ് ജനിച്ചാൽ തമ്പുരാൻ്റെ ഇല്ലത്തിൻ്റെ മുന്നിൽ കൊണ്ടുപോയി കാട്ടിയിട്ട് അടിയൻ്റെ കുഞ്ഞിനൊരു പേരിടണം എന്ന് പറയും. അയാൾക്ക് തോന്നിയത്, വായി തോന്നിയത് ആ മട്ടുപ്പാവിൽ നിന്ന് വിളിച്ചു പറയും. ചപ്പില, കുറുമ്പി, കറമ്പൻ, അല്ലേ? വെളുത്ത കുട്ടിയാണെങ്കിൽ കറമ്പൻ്റെ പേരിട്ട ഇട്ടുകൊണ്ട് പോകണം, അതും വഹിച്ചുകൊണ്ട്. എന്തിനാ പറയുന്നത്? വിസർജ്യ വസ്തുക്കളുടെ പേര് പോലും ഈ അന്തകൻ സാധാരണക്കാരോടുള്ള അവജ്ഞ കാരണം വിസർജ്യ വസ്തുക്കളുടെ പേര് പോലും ഇടുമായിരുന്നു കുട്ടികൾക്ക്. അത് ജീവിതകാലം മുഴുവൻ പേര് നടന്ന സ്ത്രീ പുരുഷന്മാരുണ്ടായിരുന്നു. ഇന്ന് നമുക്കതൊന്നും ഓർമ്മിക്കേണ്ടതില്ല. ഇവിടെ നമ്മളിരിക്കുന്നവരെല്ലാം പുതിയ തലമുറക്കാരാണ്. ആ പഴയ ജീവിതത്തെക്കുറിച്ച് ഓർക്കാൻ ഇഷ്ടപ്പെടാത്തവരാണ്. ജനിച്ച് വീഴുമ്പോൾ തന്നെ ആഹാരമുള്ളവരാണ്, തൊട്ടടുത്ത് വിദ്യാലയങ്ങളുള്ളവരാണ്. നമുക്ക് നടന്നു പോകാൻ റോഡുകളുണ്ട്, വാഹനങ്ങളുണ്ട് കയറി പോകാൻ, കോളേജുകളുണ്ട് പഠിക്കാൻ. ഇതാണ് കേരളം. ഈ കേരളം ഇങ്ങനെ ആയിരുന്നില്ല, ഇന്ത്യയിൽ എവിടെയും ഇങ്ങനെ ആയിരുന്നില്ല. പക്ഷെ കേരളത്തെ ആ പഴയ അഭിശപ്തമായിട്ടുള്ള ജന്മിത്വത്തിൽ നിന്ന് മോചിപ്പിച്ച് ഇന്നത്തെ നവീന കേരളമാക്കി നാം മാറ്റി.